ഇന്ന് മാർച്ച് 26 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഈയാഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട ലവർ എന്ന തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മണികണ്ഠൻ നായകനെത്തിയ ലവർ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 27 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ തമിഴ് സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ ഹോട്ട്സ്റ്റാറിലൂടെ ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തേത് സൈറൺ എന്ന സിനിമയാണ്. ജയം രവി നായകനെത്തിയ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ. ലവറിന് ശേഷം അടുത്തതായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിന് ഒരുങ്ങുന്ന തമിഴ് സിനിമയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സിനിമ ലഭ്യമാകുന്നതാണ്. മൂന്നാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്തൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. റാപ്പിഡ് ആക്ഷൻ മിഷൻ അഥവാ റാം എന്നൊരു തെലുഗു സിനിമയാണ് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രം തെലുഗു ഭാഷയിൽ മാത്രമാണ് നിലവിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സൗത്ത് ഇന്ത്യൻ സിനിമയാണല്ലോ ഹനുമാൻ. പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ സൂപ്പർ ഹീറോ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നേരത്തെ ജിയോ സിനിമാസ് ഒപ്പം തന്നെ C5 തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ തെലുഗു ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ തമിഴ് മലയാളം ഒപ്പം തന്നെ കന്നഡ പതിപ്പുകൾ ഈ ഏപ്രിൽ മാസം OTT റിലീസിനൊരുങ്ങുകയാണ്. അടുത്ത ആഴ്ച ഏപ്രിൽ 5 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹനുമാൻ എന്ന സിനിമയുടെ മലയാളം തമിഴ് കന്നഡ പതിപ്പുകൾ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റും ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഗാമി എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിശ്വക് സെൻ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ ഏപ്രിൽ മാസം OTT റിലീസ് ചെയ്യുന്നതാണ്. ആദ്യം തെലുഗു ഭാഷയിലും പിന്നീട് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ രണ്ട് അപ്ഡേറ്റുകൾ മോളിവുഡിൽ ഈ വർഷത്തിലെ രണ്ട് വലിയ വിജയങ്ങൾ നേടിയെടുത്ത സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് അനിമൽ ബോയ്സ് ആണെങ്കിൽ മറ്റൊന്ന് പ്രേമലുമാണ്. ഈ രണ്ട് സിനിമകളുടെയും തികച്ചും OTT റിലീസ് തീയതി എന്ന പേരിൽ ഒരു പോസ്റ്റർ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രേമലു എന്ന സിനിമയുടെ OTT റിലീസ് തീയതിയായിട്ട് പറയുന്നത് ഈ ആഴ്ച മാർച്ച് 29 എന്നാണ്. അതേസമയം അനിമൽ ബോയ്സ് എന്ന സിനിമയുടെ OTT റിലീസ് തീയതിയായിട്ട് അടുത്ത ആഴ്ച ഏപ്രിൽ 5 എന്നൊരു റിലീസ് തീയതി പോസ്റ്ററാണ് ഇതിനോടകം തന്നെ പ്രചരിക്കുന്നത്. കൂടുതലും ഈ ഒരു പോസ്റ്റർ എല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അന്യസംസ്ഥാന മീഡിയാസ് എല്ലാം തന്നെയാണ്. എന്നാൽ ഈ രണ്ട് റിലീസ് തീയതിയും നിലവിൽ തെറ്റാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അഥവാ പ്രേമലു എന്ന സിനിമ ഈ ആഴ്ച മാർച്ച് 29 OTT റിലീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ OTT റിലീസ് തീയതി പോസ്റ്റർ എല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. OTT പ്രഖ്യാപനമില്ലാതെ സർപ്രൈസ് ആയിട്ട് ഹോട്ട്സ്റ്റാർ ഇതുവരെ ഒരു മലയാളം സിനിമയും റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമകളുടെ എല്ലാം തന്നെ OTT റിലീസ് തീയതിയായിട്ട് നിലവിൽ പ്രചരിക്കുന്ന റിലീസ് തീയതികൾ തെറ്റാണെന്ന് അറിയിച്ചു കൊള്ളട്ടെ. അതേസമയം ഈ പറഞ്ഞ രണ്ട് സിനിമകളും ഏപ്രിൽ മാസം തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. ആദ്യം പ്രേമലുവും അതിനുശേഷം ഏപ്രിൽ അവസാന വാരത്തോടെ അനിമൽ ബോയ്സ് OTT റിലീസാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.